കോഴിക്കോട് കക്കാടംപൊയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ ലക്ഷങ്ങളുടെ അഴിമതിയെന്ന് ബോർഡ് അംഗത്തിന്റെ ഗുരുതരാരോപണം. ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലെ മുൻ സെക്രട്ടറി ബെന്നി കക്കാടൻ 7 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നാണ് ബോർഡ് അംഗമായ സിജോ കക്കാടംപൊയിലിന്റെ പരാതി. അഴിമതി ആരോപണം ഉന്നയിച്ചതിന്റെ പേരിൽ സൊസൈറ്റി അംഗങ്ങളായിട്ടുള്ള ചിലർ മർദ്ദിച്ചു എന്ന് കാണിച്ച് സിജോ തിരുവമ്പാടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കോഴിക്കോട് കക്കാടംപൊയിലെ ക്ഷീരോത്പാദന സഹകരണ സംഘത്തിൽ വൻ അഴിമതി നടന്നുവെന്നാണ് കർഷകനും നിലവിൽ ബോർഡ് അംഗവുമായ സിജോ കക്കാടംപൊയിൽ പറയുന്നത്. ഞങ്ങൾ കക്കാടംപൊയിൽ ക്ഷീരോത്പാദന സഹകരണ സംഘത്തിലെ ഒരു മെമ്പറാണ്. കൂടാതെ ഞാനൊരു ബോർഡ് മെമ്പറും കൂടിയാണ്. ഈ കക്കാടംപൊയിൽ ക്ഷീരോത്പാദന സഹകരണ സംഘത്തിൽ ഒരുപാട് അഴിമതി ഉണ്ടായിട്ടുണ്ട്. പൊതുയോഗത്തില് കണക്ക് വായിച്ചപ്പോഴാണ് നമുക്ക് ഒരുപാട് അഴിമതികൾ ഉണ്ടായിരുന്നു എന്ന് അറിയാനായിട്ട് സാധിച്ചത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് കാലങ്ങളായി സഹകരണ സംഘം ഭരിക്കുന്നത്. വാർഷിക പൊതുയോഗത്തിൽ നിലവിലെ സെക്രട്ടറി രജിത ബിനു വായിച്ച ഓഡിറ്റ് റിപ്പോർട്ടാണിത്. ഇതിൽ വരവ് ചിലവ് കണക്കിൽ പൊരുത്തക്കേടുകളുണ്ടെന്നും നഷ്ടമായ പണം മുൻ സെക്രട്ടറിയിൽ നിന്ന് ഈടാക്കണമെന്നുമാണ് നിലവിലെ സെക്രട്ടറി രജിത ബിനു പറയുന്നത്. എല്ലാ പ്രോഡക്റ്റ് വിൽപ്പന അഡ്വാൻസ് ഇനത്തിൽ 69,681 രൂപ 84 പൈസ ഈടാക്കുവാൻ ബാക്കി നിൽപ്പ് കാണുന്നു. ഈ തുക സെക്രട്ടറിയിൽ നിന്നും ഈടാക്കിയെടുക്കേണ്ടതാണ്. സ്കൂൾ കടം വിൽപ്പന അഡ്വാൻസ് ഇനത്തിൽ 12,200 രൂപ ഈടാക്കുവാൻ ബാക്കി നിൽപ്പ് കാണുന്നു. ഈ തുക ഈടാക്കിയെടുക്കേണ്ടതാണ്. സംഘത്തിന്റെ നാളുകളെയും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചതിൽ 16/9/2022 മുതൽ കാനറ ബാങ്ക് എന്ന ശീർഷകത്തിൽ വരവ് വെച്ച് 54,522 രൂപ ഉൽപാദക ഡ്യൂസ് ചെലവെഴുതിയതായി കാണുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് യാതൊരു രേഖപ്പെടുത്തലുകളും പേയ്മെന്റ് രജിസ്റ്ററിൽ കാണുന്നില്ല. ആയതിനാൽ അധികമായി കൊടുത്ത ഈ തുക സെക്രട്ടറിയിൽ നിന്നും ഈടാക്കിയെടുക്കേണ്ടതാണ്. ക്ഷീരോത്പാദന സഹകരണ മേഖലയിൽ അഴിമതി നടന്നെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഭരണസമിതിയിലെ ചിലർ മർദ്ദിച്ചെന്നും സംഭവവുമായി ബന്ധപ്പെട്ട് തിരുവമ്പാടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും സിജു പറഞ്ഞു. ബോർഡ് മീറ്റിംഗ് ആണെന്ന് പറഞ്ഞ് വിളിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഇവര് ബോർഡ് മീറ്റിംഗ് കൂടാനുള്ള ഉദ്ദേശം ഒന്നുമല്ലായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു നിന്നെ തട്ടിക്കൂട്ടി ഞങ്ങൾ താഴെ ഇടുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ ഒരു കുറെ ഭീഷണിയൊക്കെ മടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഫോണൊക്കെ ഇവർ വാങ്ങി വെച്ചു. കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വയ്യാണ്ടാന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവർ വയ്യ ഫോണൊക്കെ എടുത്തു കൊടുത്തു. എന്നാൽ അഴിമതി ഉണ്ടായിട്ടില്ലെന്നും PF തുക പിൻവലിക്കുക മാത്രമാണ് ഉണ്ടായതെന്നുമാണ് ആരോപണ വിധേയർ വിഷയത്തിൽ നൽകുന്ന വിശദീകരണം. ഏകദേശം 7,00,000 രൂപയുടെ കുറവ് വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. എടുത്തുകൊണ്ട് സെക്രട്ടറി കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പം ഈ 7,00,000 രൂപയ്ക്ക് ഇവര് പറയുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് സെക്രട്ടറിക്കുള്ള PF ആണ് കൊണ്ടുപോയെന്ന് പറയുന്നു. PF എന്ന് പറയുന്നത് അത് ഗവൺമെന്റ് കൊടുക്കേണ്ടതാണ്. അല്ലാതെ സൊസൈറ്റിയിൽ നിന്ന് കള്ളത്തരത്തിലൂടെ കാണിച്ചിട്ട് കർഷകരെ പറ്റിച്ചിട്ട് കൊണ്ടുപോകേണ്ട ഒരു തുകയല്ല. അപ്പം ഈ പൈസ തിരിച്ച് സൊസൈറ്റിയിൽ കൊടുക്കണം എന്നാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തണമെന്നാണ് മറ്റു ബോർഡ് അംഗങ്ങളുടെ ആവശ്യം. ജനം, കോഴിക്കോട്. കൂടുതൽ വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നു. അനഘ, കോഴിക്കോട് കക്കാടംപൊയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ ലക്ഷങ്ങളുടെ അഴിമതി എന്നാണ് ബോർഡ് അംഗത്തിന്റെ തന്നെ ആരോപണം. എന്തെല്ലാം തെളിവുകളാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്? അതായത് ഈ കക്കാടംപൊയിലുള്ള വിവിധ ക്ഷീര കർഷകരെല്ലാം തന്നെ ചേർന്നിട്ടുള്ള ഒരു ക്ഷീരോത്പാദന സഹകരണ സംഘമാണ് ഇതിൽ. ഈ സഹകരണ സംഘത്തിൽ കഴിഞ്ഞ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു സഹകരണ സംഘം കൂടിയാണിത്. ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഈ സഹകരണ സംഘത്തിൽ ബെന്നി എന്ന് പറയുന്ന ആളായിരുന്നു ഈ സഹകരണ സംഘത്തിന്റെ സെക്രട്ടറി എന്നാണ് നിലവിലെ ഈ ബോർഡ് അംഗം കൂടിയായിട്ടുള്ള സിജോ കക്കാടൻ തന്നെ പറയുന്നത്. ഈ സെക്രട്ടറി കഴിഞ്ഞ ദിവസമാണ് തന്റെ കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് ഈ ക്ഷീരോത്പാദന സഹകരണ സംഘത്തിന്റെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞത്. ഈ സമയത്താണ് ഈ സെക്രട്ടറി സ്ഥാനത്തേക്കാണ് ഈ പുതിയ സെക്രട്ടറി വരുന്നത്. ആ സെക്രട്ടറിയാണ് ഈ രജിത ബിനു. ഈ രജിത ബിനു ആണ് ഈ നിലവിൽ കഴിഞ്ഞ കാലത്തെ കണക്കുകളൊക്കെ തന്നെ അവതരിപ്പിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പാണ് നമ്മൾ കേട്ടത്. ഈ സമയത്താണ് ഇത്തരത്തിൽ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഈ ക്ഷീരോത്പാദന സഹകരണ സംഘത്തിൽ കൃത്യമായി കണക്കുകളിൽ പൊരുത്തക്കേടുകൾ ഉണ്ട് എന്ന് ഈ രജിത ബിനു നിലവിലെ സെക്രട്ടറി തന്നെ പറയുന്നുണ്ട്. നിലവിൽ ഇത്ര തുക 7 ലക്ഷത്തോളം രൂപ ഈ ക്ഷീരോത്പാദന സഹകരണ സംഘത്തിൽ നിന്ന് കാണാതായിട്ടുണ്ട്. അതിന്റെ വരവ് ചിലവ് കണക്കുകളിൽ പൊരുത്തക്കേടുകളുണ്ട്. അതെവിടെ പോയി? അതിന്റെ കൃത്യമായ ഉത്തരം പറയേണ്ടത് മുൻ സെക്രട്ടറി ആണ് എന്നുകൂടി നിലവിലെ സെക്രട്ടറി ആയിട്ടുള്ള രജിത ബിനു ആ ഓഡിയോയിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. എന്നാൽ ഈ കാര്യം ഈ നിലവിലെ ബോർഡ് അംഗമായിട്ടുള്ള സിജോ കക്കാടംപൊയിലാണ് ആദ്യമായി ഈ കാര്യം ഉയർത്തിക്കാട്ടുന്നത്. എന്നാൽ ഈ സംഭവം അപ്പാടെ നിഷേധിക്കുന്ന ഒരു നിലപാടാണ് മുൻ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്.
ഇത്തരത്തിൽ എടുത്തിട്ടില്ല, PF ആണ് എന്നതടക്കമുള്ള മുടന്ത ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ സംഭവത്തെ നിസാരവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ഒരു നിലപാടാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ച് സിജോ കക്കാടംപൊയിൽ എന്ന് പറയുന്ന നിലവിലെ ബോർഡംഗം രംഗത്ത് വന്നപ്പോൾ ഈ സിജോ കക്കാടംപൊയിലിനെ ഇത്തരത്തിൽ ബോർഡിലെ മറ്റു പലരും ചില ബോർഡ് മീറ്റിംഗുകൾ കൂടാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തുകയും അവിടെ വെച്ച് മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് സിജോ കക്കാടംപൊയിൽ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഈ കോഴിക്കോട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. മാത്രമല്ല, ഇത്തരത്തിൽ താൻ ഒരു അഴിമതി ആരോപണം ഉന്നയിച്ചതിന്റെ പേരിൽ തനിക്ക് ഭീഷണിയും തന്നെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് ഈ സിജോ കക്കാടൻ പറയുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ, ഈ അഴിമതി ആരോപണത്തിൽ കൃത്യമായൊരു അന്വേഷണം വേണം എന്ന് തന്നെ നിലപാടിലേക്കാണ് ഇവർ എത്തുന്നത്. കൃത്യമായി മറ്റു ബോർഡ് അംഗങ്ങളും ഇതിലൊരു അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. വരും ദിവസങ്ങളിൽ മറ്റ് ഈ രാഷ്ട്രീയ സംഘടനകൾക്ക് തന്നെ വിഷയം ഏറ്റെടുത്തുകൊണ്ട് അത് വലിയ ഈ അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരാനുള്ള ഒരു നീക്കമാണ് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുക. ശരി, അനഘ ഹർഷനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.